ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ വീണ്ടും ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ഒരു ഇടിവിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. US മാർക്കറ്റ്, ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിൻ്റെ പുതിയ നയങ്ങൾ, ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ ഉള്ള ഒരു ചർച്ചാ വിഷയം. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ മേഖലകളിലും അത് റിഫ്ലക്റ്റഡ് ആണ്. ഓൾറെഡി തന്നെ താരിഫ് ഹൈക്ക് പ്രഖ്യാപിച്ച അദ്ദേഹം ഒരു മാസത്തേക്ക് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയതായിട്ട് ഏകദേശം ഒരു 25% താരിഫ് ഹൈക്കാണ് ഫോറിൻ സ്റ്റീൽ ആൻഡ് അലൂമിനിയം ഇമ്പോർട്ട് രാജ്യങ്ങളിലേക്ക് പുതിയതായിട്ട് ട്രംപ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ടാറ്റ സ്റ്റീൽ 3% ഇടിവ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. അപ്പോൾ ഈ കാര്യം നിലനിൽക്കെ തന്നെ ഇതിനൊരു പ്രതികാര താരിഫ്, അതല്ലെങ്കിൽ റിറ്റാലിയേഷൻ താരിഫ് എന്ന നിലയിൽ പല കൺട്രീസും റിറ്റാലിയേഷൻ താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ബീജിംഗ് ആണ്. ഏകദേശം ഒരു $14 ബില്യൺ ഇമ്പോർട്ട് വർത്ത് വരുന്ന താരിഫ് ഹൈക്കാണ് ബീജിംഗ് ലക്ഷ്യമിടുന്നത്. ബീജിംഗ് മാത്രമല്ല, മെക്സിക്കോ, മറ്റുള്ള രാജ്യങ്ങളും ഈ ഒരു റിറ്റാലിയേഷൻ താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഉള്ള ഒരു കരിനിഴൽ. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒരു വിരോധാഭാസം അല്ലെങ്കിൽ ഒരു ഐറണി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റും US ഫ്യൂച്ചർ ആക്ച്വലി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു വിരോധാഭാസമായിട്ടുള്ള കാര്യം. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US മാർക്കറ്റിൽ സീവിയർ ആയിട്ടുള്ള ഫോള് കണ്ടിരുന്നു. ഇനി പ്രൈം മിനിസ്റ്റർ മോഡി US വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാസം 12-ാം തീയതി 13-ാം തീയതിയാണ് ഈ ഒരു വിസിറ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. ട്രംപായിട്ട് കൂടിക്കാഴ്ചകളുണ്ട്. അപ്പോൾ H1B വിസ, ഡിഫൻസ്, ഇപ്പോൾ ഈ ഒരു റിറ്റാലിയേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ വരും. അതാണ് ഇനിയിപ്പോൾ മാർക്കറ്റിലുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ട്രംപിൻ്റെ ഈ ഒരു താരിഫ് ഹൈക്ക് മാത്രമാണോ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു കരിനീൽ എന്ന് ചോദിച്ചാൽ, നമ്മളെ ബാങ്കിലെ ലിക്വിഡിറ്റി ഇഷ്യൂസ് വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് RBI ഓൾറെഡി തന്നെ ബോണ്ട് റീപർച്ചേസ് നടത്തുക വഴി ഏകദേശം 1.5 lakh crores ഒരു ലിക്വിഡിറ്റി ഇൻഫ്ലോ മാർക്കറ്റിലേക്ക് വന്നത്. പക്ഷേ അതും മാർക്കറ്റിൽ ബലവത്തായില്ല. അതിനുശേഷമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ തവണ ബഡ്ജറ്റിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം 25 ബേസ് പോയിൻ്റ് കുറച്ചിട്ടുള്ളത്. അതും ബലവത്തായില്ല. അതിന് ശേഷമാണ് വീണ്ടും നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുള്ളത്. അതും ബലവത്തായിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇത്തരം മാർക്കറ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഒന്നും തന്നെ ഇതിൽ തൃപ്തരല്ല, അല്ലെങ്കിൽ FIs ഇതിൽ തൃപ്തരല്ല. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഈ ഒരു കലണ്ടർ ഇയർ നോക്കുകയാണെങ്കിൽ, കലണ്ടർ ഇയർ നോക്കാറായിട്ടില്ല, 2 മാസമായിട്ടുള്ളൂ. എങ്കിലും ഈ ഒരു കലണ്ടർ ഇയറിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ ഉള്ളത്. അതായത് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉള്ള US മാർക്കറ്റ് 4% റിട്ടേൺ ഈ ഒരു ഇയർ 2025 നൽകിയിട്ടുണ്ട്. ജർമ്മൻ മാർക്കറ്റ് ഏകദേശം 9% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഹോങ്കോങ്, അതായത് ഹോങ്കോങ്ങിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ താരിഫ് ബാധകമാവുന്നത്, പക്ഷെ അവരും 7% ഒരു റാലി ഇൻഡെക്സ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രം സെൻസെക്സ് ഏകദേശം 1.5% നെഗറ്റീവ് റിട്ടേൺ ആണ് 2 മാസം പിന്നിടുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം. ഇന്ന് മാർക്കറ്റിൽ കൊട്ടാക് ബാങ്ക്, HCL, ടെക്, ICICI ബാങ്ക് തുടങ്ങിയ കമ്പനീസ് മാർക്കറ്റിനെ, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റീനെ, ഫിനാൻഷ്യൽ സെക്ടറുകളെല്ലാം തന്നെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാൾ മുമ്പ് 100 പോയിൻറ്റിൻ്റെ റിക്കവറിയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് ഇന്ത്യ വിക്സ് ഏകദേശം 6% സ്പൈക്ക് രേഖപ്പെടുത്തി. മാർക്കറ്റിൽ ചാഞ്ചാട്ട സാധ്യതകൾ കാണിക്കുന്ന ഒരു ഇൻഡെക്സാണ് ഇന്ത്യ വിക്സ്. ജസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാം, ഇന്ത്യ വിക്സ് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യ വിക്സ് ഉയരുമ്പോൾ മാർക്കറ്റിൽ പാനിക്കായിട്ടുള്ള അവസ്ഥ ഉയരും. അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഇന്ത്യ വിക്സ് 6% ഉയരും. അപ്പോൾ ഇന്ത്യ വിക്സ് ഉയരുമ്പോൾ ഉള്ള പ്രശ്നം, പ്രീമിയംസ് എല്ലാം തന്നെ ഷൂട്ടപ്പ് ചെയ്യും. പ്രീമിയംസ് ഉയരുമ്പോൾ ഓപ്ഷൻ ബയേഴ്സിന് കുറച്ച് കാശ് കൂടുതൽ വേണം, ഓപ്ഷൻ സെല്ലേഴ്സിന് ഓൾറെഡി അത് ലോസ് ആവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റീൽ സെക്ടർ നേരത്തെ കണ്ടതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ ഇടിഞ്ഞത് മാത്രമല്ല, ഓയിൽ സെക്ടേഴ്സും ഇടിഞ്ഞിട്ടുണ്ട്. 2.5% ആണ് ONGC ഇടിഞ്ഞിട്ടുള്ളത്. ട്രെൻഡും, നിഫ്റ്റി 50-ലെ ട്രെൻഡും 5%-ലേറെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ ചിപ്പ് കമ്പനീസിൽ സെല്ലിങ് തുടരുന്നുണ്ട്. കൂടാതെ ഒരു അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം,
അലാമിങ് ആണോ എന്നൊന്നും പറയാൻ നമ്മളല്ലെങ്കിൽ കൂടിയും അലാമിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് FIs നിഫ്റ്റി 500 ഇവരുടെ ഓണർഷിപ്പ് ഏകദേശം 18.8% ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇത് നിഫ്റ്റി 500 ഉള്ള FIസിൻ്റെ ഹോൾഡിങ്സിലുണ്ടായ ഒരു കുറവ് ഏറ്റവും 12 വർഷത്തെ ഏറ്റവും വലിയ ഒരു, അതായത് 12 ഇയർ ലോ. ഇപ്പോൾ നമ്മൾ 52 വീക്ക് ഹൈ എന്നൊക്കെ പറയും പോലെ 12 ഇയർ ലോയാണ് ഈ FIസിൻ്റെ നിഫ്റ്റി 500 എസ്പെഷ്യലി ബ്ലൂ ചിപ്പ് കമ്പനീസിലുള്ള ഇവരുടെ ഓഹരി പങ്കാളിത്തത്തിലുള്ള ഇടിവ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു ആശ്വസിക്കാനുള്ളൊരു വക, അതല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോഴും ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 18% ഒരു ഫോള് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കണ്ടിട്ട് പോലും മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ ഇല്ലാതെ, വലിയൊരു കറക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും 10-12% കറക്ഷനാണ് നമ്മുടെ ഓൾ ടൈം ഹൈയിൽ നിന്ന് നിഫ്റ്റി തന്നിട്ടുള്ളൂ. അപ്പോൾ ഈവൻ 12% നിഫ്റ്റി പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ DIs മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓഹരി പങ്കാളിത്തം ഏകദേശം ഒരു 10% എത്തി. ടോട്ടൽ ഓണർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 10% എത്തി. മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ആണ് നമുക്ക് ശക്തമായിട്ട് ഓരോ മാസം കൂടി വരുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ആ കണക്കുകളിൽ പോലും ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുറവുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു അലാമിങ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതേ സമയത്ത് ബ്രസീലിയൻ ഇൻഡെക്സ് എല്ലാം തന്നെ ഈ ഒരു ഇയർ മാത്രം ഏകദേശം ശക്തമായിട്ടില്ല, ഏകദേശം ഒരു 15% റിട്ടേൺ എല്ലാം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വിരോധാഭാസമായ ഒരു കാര്യമാണ്. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇനി ഏറ്റവും മിഡിലേക്ക് പോകാം. ഡോ ഫ്യൂച്ചർ എത്ര കാണുന്നത്? 128 പോയിന്റ് കാണുന്നുണ്ടല്ലോ. അതായത് ഡോ ഫ്യൂച്ചർ US ഫ്യൂച്ചറാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ പ്ലസ് ആണ്, 128 പോയിന്റ് പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് കാണുന്നുണ്ട് അല്ലേ? ഏറ്റവും ടോപ്പിൽ നിന്ന് 4ാമത് ഇന്ത്യ വിക്സ് 6% സ്പൈക്ക്. കൂടാതെ തന്നെ ഗോൾഡ് ഒന്നും പറയാനില്ല. ഗോൾഡ് എത്ര പോയിന്റാ? $45 പെർ ഔൺസിന് ഗോൾഡ് സ്പൈക്ക് രേഖപ്പെടുത്തി. വീണ്ടും 2905 എന്ന നിലയിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്പൈക്ക് രേഖപ്പെടുത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴാണ് തൊട്ടാൽ പൊള്ളുന്ന വിലയിലേക്ക് ഗോൾഡ് എത്തി നിൽക്കുന്നത്. പോർട്ട്ഫോളിയോ എല്ലാം തന്നെ ഹെഡ്ജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു നല്ലൊരു ടൂളാണ് ഗോൾഡ് എന്നുള്ളതിന് തെളിവാണ്. കാരണം ഈ ഒരു വർഷത്തൊക്കെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ, കഴിഞ്ഞ ഒരു 5 വർഷത്തെ സ്പാൻ നോക്കുകയാണെങ്കിൽ ഗോൾഡ് അഗ്രസീവായിട്ടുള്ളൊരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ പുതിയ ഇഷ്യൂ ആണ് ഗവൺമെൻറ് നിർത്തലാക്കിയിട്ടുള്ളൂ. അപ്പോൾ എക്സിസ്റ്റിംഗ് SGBs അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട്സിലെല്ലാം തന്നെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ഹോൾഡിംഗ് പീരീഡ് വരെ ഹോൾഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് മെച്യൂരിറ്റി ആകുമ്പോൾ ഇത് നമ്മളെ ബാങ്കിലേക്ക് അന്നുള്ള ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് സെറ്റിലായി നമ്മുടെ ബാങ്കിലേക്ക് വരും. അതിന് മുമ്പേ തന്നെ നമുക്ക് സ്റ്റോക്ക് പോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിലൂടെ ഇത് സെല്ലൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബ്രോക്കറിങ് ആപ്പ് ത്രൂ ഒക്കെ സെല്ല് ചെയ്യാൻ സാധിക്കും. പക്ഷേ SGBനെ കുറിച്ച് മാത്രം നമ്മുടെ ചാനലിൽ ഏകദേശം 4-5 വീഡിയോസ് മാത്രം SGBനെ കുറിച്ച് മാത്രം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഇതുള്ള ഇപ്പോഴുള്ളൊരു മാർക്കറ്റ് അപ്ഡേറ്റ് നമ്മൾ 4 സ്റ്റോക്കുകളുടെ വാർത്തകളായിട്ട് എത്താം. അറിയാവുള്ള പോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനും ഉൾപ്പെടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഈ മേഖലയിൽ സ്കാം നടത്തുന്നുണ്ട്. ലൈവ് ട്രേഡ് സെബി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് ആണ് ആദ്യം മുതൽ തന്നെ. അതുപോലെ തന്നെ കോൾസ് പ്രൊവൈഡ് ചെയ്യുക സെബി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ടിപ്പ് കൊടുക്കുന്നത് സെബി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് പറയുന്നത് സെബി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതേവരെ ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി നമ്മൾ കുറച്ചും കൂടി കോഷ്യസ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ എത്തരത്തിലുള്ള ആളുകളായിരിക്കണം ചാനൽ കാണുന്നത് എന്ന് എൻ്റെ അടുത്ത് ആളുകൾ ചോദിച്ചാൽ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ മെച്ചൂർഡായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്ന, മാർക്കറ്റിലുള്ള ഗ്ലോബൽ ലോക്കൽ വാർത്തകൾ, ഈവൻറ്റുകൾ ഇവ അറിയാൻ താല്പര്യമുള്ള ആളുകളാണ് നമ്മുടെ ചാനൽ കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുള്ളൂ. അല്ലാതെ
ഇന്ന് ഇൻട്രാഡേ ചെയ്ത സ്റ്റോക്ക് ഏതാണ്, ഇന്ന് ആ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് എന്താണ്, ഈ സ്റ്റോക്ക് പറക്കുമോ, ഈ സ്റ്റോക്ക് ഇടിയുമോ എന്നുള്ള രീതിയിലൊന്നും നമ്മളൊരു മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്താൽ നമുക്കിവിടെ ഒരു സസ്റ്റെയിൻ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല. അതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, പല ആളുകളുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമ്മളുടെ കാശിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ സ്കില്ല്, നമ്മുടെ ഇമോഷൻ നമുക്ക് കാശാക്കി തരുന്ന ഒരു മേഖലയാണ്. എനിവേ ആരെയും അഡ്വൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.